ബിജെപിയുടെ ചേട്ടൻ ബാവ ഡൽഹിയിൽ ഇരുന്ന് ചെയ്യുന്നത് പോലെ അനിയൻ ബാവ ഇങ്ങ് തിരുവനന്തപുരത്ത് ഇരുന്നും ചെയ്യുകയാണ്. പച്ചയ്ക്ക് വർഗീയത പറയുകയാണ്. മലപ്പുറത്ത് ജയിച്ചവരുടെ പേര് നോക്കണം എന്ന് പറഞ്ഞ ഒരു മന്ത്രിയുണ്ട് പിണറായി വിജയൻ മന്ത്രിസഭയിൽ, സജി ചെറിയാൻ. മലപ്പുറത്ത് ജയിച്ചവരുടെ പേര് നോക്കണം എന്നാണ് പറഞ്ഞത്. വർഗീയതയല്ലാതെ മറ്റെന്താണത്? മലപ്പുറത്ത് പോയി മേശപ്പുറത്ത് തട്ടിക്കൊണ്ട് വി.ഡി. സതീശൻ പിണറായി വിജയന്റെ ഇരട്ടത്താപ്പിനെ പൊളിക്കുകയാണ്. ഇനി എന്താണ് ആ ഇരട്ടത്താപ്പ് എന്നല്ലേ? ഹൈന്ദവ വോട്ടുകളെ പെട്ടിയിൽ വീഴ്ത്താനായിട്ട് വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും ഒക്കെ ഒപ്പം കൂട്ടിക്കൊണ്ട് മലപ്പുറത്ത് ജനങ്ങളെ പേര് നോക്കി വിഭജിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇപ്പറഞ്ഞ CPM. ആ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതും പൊന്നാട അണിയിച്ചതുമൊക്കെ നമ്മൾ കണ്ടും കഴിഞ്ഞു. ഒടുക്കം NSSന്റെ മുറ്റത്തേക്ക് മന്ത്രി വാസവനെയും അയച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിൽ എല്ലാവരെയും ഒപ്പം ചേർക്കാനായതിന്റെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇക്കൂട്ടർ പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ CPM കോട്ടക്കൊത്തളങ്ങൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞു പോകുന്നതാണ് ബലമെണ്ണിയപ്പോൾ നമ്മൾ കണ്ടത്. തുടർന്ന് നേതൃത്വത്തെ തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ മുഖ്യനും മന്ത്രിപ്പടയ്ക്കും എതിരെ തിരിഞ്ഞപ്പോഴിതാ അവസാനത്തെ ഐഡിയയുമായി, ഇരട്ടത്താപ്പൻ തന്ത്രവുമായി മുഖ്യൻ നേരിട്ട് ഇറങ്ങുകയാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സോഷ്യലിസ്റ്റാണ് എന്നതാണ് പ്രയോഗം. തീർത്തും ന്യൂനപക്ഷം തങ്ങളെ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കിയ CPM KT ജലീലിനെ മുന്നിൽ നിർത്തി സോഷ്യലിസ്റ്റായ മുഹമ്മദ് നബി എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിച്ച് ആ പുസ്തകം ഈ തെരഞ്ഞെടുപ്പ് അടുക്കാറായ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് തന്നെ പ്രകാശിപ്പിക്കുകയും ചെയ്യുകയാണ്. അവിടെയാണ് എല്ലാവരെയും സമഭാവനയോടെ കാണുന്ന മുഹമ്മദ് നബി ഒരു തികഞ്ഞ സോഷ്യലിസ്റ്റാണ് എന്ന് പ്രഖ്യാപനം പിണറായി വിജയൻ നടത്തുന്നത്. ഇരട്ടത്താപ്പ് എന്നല്ലാതെ മറ്റെന്താണ് ഇത്തരം പ്രയോഗങ്ങളെ കുറിച്ച് പറയുക? ഇവിടെയാണ് എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സജി ചെറിയാനെ പുറത്താക്കാതെ പച്ച വർഗീയത വിളമ്പുന്ന ഇവരാണോ കമ്മ്യൂണിസ്റ്റ് എന്ന ചോദ്യം വി.ഡി. സതീശൻ ചോദിക്കുന്നത്. UDF-ലാണ് എങ്കിൽ ഇങ്ങനെ ആരെങ്കിലും പറയുന്നത് എങ്കിൽ 24 മണിക്കൂർ തികയുന്നതിന് മുൻപേ പുറത്താക്കുമെന്ന് സ്വരമൂർച്ചയോടെ മുഖ്യന്റെ കരണത്തടിക്കും പോലെയാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. സതീശന്റെ തീ പാറുന്ന ആ പ്രസംഗം ഒന്ന് കാണാം. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മുസ്ലിം പ്രീണന പ്രസംഗങ്ങളും കേൾക്കാം. നിങ്ങൾ അറിയണം, കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഡൽഹിയിൽ പോയി മലപ്പുറത്തെ കുറിച്ച് മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ഹിന്ദു പത്രത്തിൽ ഇന്റർവ്യൂ കൊടുത്തു. ഒരു മുഖ്യമന്ത്രിക്ക് യോജിച്ചതാണോ അത്? ഭൂരിപക്ഷ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി BJP-യുടെ ചേട്ടൻ ബാവ ഡൽഹിയിൽ ചെയ്യുന്നത് പോലെ അനിയൻ ബാവ തിരുവനന്തപുരത്തിരുന്ന് ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ AK ബാലൻ വന്നു. ഒരു മന്ത്രിയുണ്ട് ഈ മന്ത്രിസഭയിൽ, സജി ചെറിയാൻ. എന്താ പറഞ്ഞത്? മലപ്പുറത്ത് ജയിച്ചവരുടെ പേര് നോക്കണമെന്ന്. പച്ചയ്ക്ക് വർഗീയത പറയുക, പച്ചയ്ക്ക് വർഗീയത. അയാൾ ഇപ്പോഴും ഈ പിണറായി വിജയന്റെ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ മന്ത്രിസഭയിൽ ഇരിക്കുകയാണ്. UDF-ലാണ് ഒരാൾ അങ്ങനെ പറഞ്ഞതെങ്കിൽ 24 മണിക്കൂറകത്തുണ്ടാവില്ല. ഇവരിപ്പോഴും ഇരിക്കുകയാണ് ഈ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ. ഇവരൊരു ഇടതുപക്ഷവുമല്ല, ഒരു കമ്മ്യൂണിസ്റ്റും അല്ല, ഇവര് തീവ്ര വലതുപക്ഷമാണ്. വർഗീയതയുടെ വഴിയിൽ സഞ്ചരിക്കുന്നു. ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട് വർഗീയവാദികളോട്. UDF ഉണ്ട് കേരളത്തിൽ. ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഞങ്ങൾ ഒരുപോലെ എതിർക്കും. വിട്ടുവീഴ്ചയില്ല. ഒരാളും ഏത് കൊലകൊമ്പനും കേരളത്തിൽ വർഗീയത പറയാൻ വരണ്ട. ആര് പറഞ്ഞാലും ഞങ്ങൾ അതിനെ എതിർക്കും. അതിനുള്ള ചങ്കൂറ്റവും ആർജവവും കേരളത്തിലെ UDF-നുണ്ട്. ഇനി സോഷ്യലിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ എല്ലാ അർത്ഥത്തിലും യോഗ്യനാണ് മുഹമ്മദ് നബി. സോഷ്യലിസ്റ്റ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സമഭാവനയോടെ മനുഷ്യപക്ഷത്ത് നിൽക്കുന്നവൻ എന്നാണ്. ശ്രീരാമനും ശ്രീകൃഷ്ണനും യേശുക്രിസ്തുവും മോസസും മുഹമ്മദ് നബിയുമെല്ലാം മനുഷ്യപക്ഷത്ത് നിലയുറപ്പിച്ചവരാണ്. ഈ സമഭാവനാ സങ്കല്പം കലർന്നു നിൽക്കുന്നതുകൊണ്ടുകൂടിയാവണം കേൾക്കാൻ ഏറ്റവും ഇമ്പമുള്ള വാക്കാണ് സോഷ്യലിസ്റ്റ് എന്നത്. ആധുനിക സോഷ്യലിസ്റ്റുകളിൽ വിശ്വാസികളെയും അവിശ്വാസികളെയും കാണാം. വിശ്വാസം ഏതുമാകട്ടെ, പ്രഥമ പരിഗണന മനുഷ്യന് നൽകുന്നവരാണ് സോഷ്യലിസ്റ്റുകൾ. ആ അർത്ഥത്തിൽ സോഷ്യലിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ എല്ലാ അർത്ഥത്തിലും യോഗ്യനാണ് മുഹമ്മദ് നബി. ശ്രീകൃഷ്ണനിലും ശ്രീ യേശുവിലും ശ്രീ ബുദ്ധനിലും
ഒക്കെ ഈ സമഭാവന വീക്ഷണം കാണാം. എന്നാൽ അതിനെ മറ്റു പലതും കൊണ്ട് മറക്കാൻ ശ്രമം നടക്കുന്നതെന്നത് മറ്റൊരു കാര്യം. അതിലേക്കിപ്പോൾ കടക്കുന്നില്ല. ഏതായാലും മനുഷ്യ നന്മ കാക്ഷിച്ച് പ്രവർത്തിച്ച മഹാമനീഷികളാണ് ചരിത്രത്തിലെ ആദ്യ സോഷ്യലിസ്റ്റുകൾ.